സഖ്യകക്ഷിയായ വികാസ് സ്റ്റീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹനിയുടെ പിതാവ് കൊല്ലപ്പെട്ട നിലയിൽ ബീഹാറിലെ ദർബാംഗ കുടുംബ വീട്ടിലാണ് ജിതൻ സഹനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ദേശീയ തലത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നേതാവ് മുകേഷ് സാഹ്നിയുടെ പിതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതശരീരം വികൃതമാക്കപ്പെട്ട രീതിയിലാണ്. കൈകാലുകളിലും മറ്റും വെട്ടും കുത്തും ഏറ്റ പാടുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. വികാസ് സ്റ്റീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയുടെ അച്ഛൻ ജിതിൻ സാഹ്നിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ് ഈ മൃതദേഹം കാണപ്പെട്ടിരുന്നത്. വീട്ടിൽ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന അക്രമമാകാം എന്നാണ് പ്രാഥമികമായ നിഗമനം. എങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ വൈര്യം മൂലം ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മോഷണ ശ്രമത്തിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നൊരു പ്രാഥമികമായ ഒരു സൂചനയാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ബാക്കി സംഭവങ്ങൾ ഇത് സംബന്ധിച്ച് വെളിവായി വരുന്നതേയുള്ളൂ. ഇന്ത്യ സഖ്യത്തിലെ ഒരു മുതിർന്ന നേതാവാണ് മുകേഷ് സാഹ്നി. ഒപ്പം തന്നെ നേരത്തെ നിതീഷ് കുമാർ മന്ത്രിസഭയിലും അംഗമായിരുന്നു. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ബീഹാറിലെ ദർബംഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുകേഷ് സാഹ്നി ഈ സംഭവം നടക്കുമ്പോൾ മുകേഷ് സാഹ്നി മുംബൈയിലായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹം ദർബംഗയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മോഷണമാണെങ്കിൽ എന്തിന് ഈ മൃതശരീരം ഇങ്ങനെ വികൃതമാക്കപ്പെട്ടു എന്നൊരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദേശീയ സഖ്യത്തിലെ ഒരു മുതിർന്ന നേതാവിന്റെ അച്ഛനാണ് മരണപ്പെട്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കയിലെ